സ്വാഗതം വാർത്താ മലയാളം ന്യൂസിലേക്ക്. വാർത്താ മലയാളം ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മണ്ഡലങ്ങളിലൂടെ എന്ന പരിപാടി തുടരുകയാണ്. ഇന്ന് വാർത്താ മലയാളം ന്യൂസ് ഉള്ളത് പാല നിയോജകസഭ മണ്ഡലത്തിലാണ്. പാലായിലാണ് ഉത്തരമറിയാൻ ഇനി നാളുകൾ മാത്രം. പാലായിലെ റോഡ് ഷോ എൻഡിഎയുടെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് നടത്തുന്ന റോഡ് ഷോ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഈ റോഡ് ഷോയുടെ വിശേഷങ്ങളിലേക്ക് പാലായുടെ ചരിത്രത്തിലെ ഒരുപക്ഷെങ്കിൽ ഏറ്റവും വലിയ ഒരു മഹാറാലി ആയിരിക്കും ഇന്ന് പാലായിൽ അരങ്ങേറാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പാലായിൽ ഉജ്ജ്വലമായ വിജയം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലായി എന്ന് പറയുന്നത് ആരുടെ കുത്തകയല്ല. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2004 PC തോമസ് പാലായിൽ 17,000 പേരെ വോട്ട് ലീഡ് ചെയ്തിട്ടുണ്ട്. അന്ന് BJPക്ക് ഇത്രയും കൂടി സംഘടനാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ്. നിങ്ങൾക്ക് അനുകൂലമായി മാറുമോ? കിട്ടുമോ? തീർച്ചയായിട്ടും പാലായിൽ വലിയ ഒരു വിജയമാണ് ഈ വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. പലരും അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ ഭൂരിപക്ഷം അഡ്വക്കേറ്റ് ഷോൺ ജോർജിനുണ്ടാവും. എന്നുള്ള നിലയിൽ മാണി കാപ്പൻ ഒരു പരാജയമാണ്. കാരണം പേര് സൂചിപ്പിക്കുന്നത് മാണി എന്നാണ്. മാണി കാപ്പൻ പറയുന്നത് പുള്ളി ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് കൂടി പുള്ളി പറയുന്നത്. അതൊരു തെറ്റായ കാര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 6 × 5 30 കോടി രൂപ കയ്യിൽ വന്നിട്ടുണ്ട്. ആ 30 കോടി രൂപയുടെ വികസന പ്രവർത്തനം എവിടെ നടത്തി എന്ന് മാണി കാപ്പൻ ജനങ്ങളോട് പറയണം. BJPയോട് പറയണ്ട, ജനങ്ങളോട് പറയണം. NDAക്ക് സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നിലയിൽ പോകുന്നത്. ജനം വിധി എഴുതാൻ പോകുന്നു. അതെ, പാലായിൽ ഇനി ആര്? മാണിയുഗ അവസാനിപ്പിച്ച് മാണി കാപ്പൻ MLA ആയപ്പോൾ അത് ഇത്തവണ തിരുത്തി കുറിച്ചു. അതെ, സാഹോദര്യത്തിന്റെ സമഭാവനയും കഠിനാധ്വാനത്തിന്റെ നൂറുമേനിയും പാരമ്പര്യത്തിന്റെ പ്രൗഢിയും ഒളിമങ്ങാത്ത ഗ്രാമവിശുദ്ധീപ തുടങ്ങിയ ഈ പാല നിയോജകസഭാ മണ്ഡലം പാലായുടെ രാജവീതികളെ ഉളങ്ങമണിയിച്ചുകൊണ്ട് ഇതാ ഷോൺ ജോർജ് നയിക്കുന്ന റോഡ് ഷോയാണ് നടത്തുന്നത്. വൻ ജനാവലിയാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. ജനങ്ങളുടെ ദുരിതങ്ങളറിഞ്ഞ്, ജനങ്ങളുടെ നൊമ്പരങ്ങൾ തൊട്ടറിഞ്ഞ്, ജനഹൃദയങ്ങളിൽ ആവേശം വാരിവിതറി ഷോൺ ജോർജ് നയിക്കുന്ന റോഡ് ഷോ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.